മകളും അമ്മയോട് അച്ഛനെതിരെ ഡിവോഴ്സ് കൊടുക്കാൻ പറഞ്ഞു. ഇത് കേട്ട അമ്മ അവളോട് സംസാരിക്കാതെയായി. ഞാൻ അമ്മയ്ക്ക് വേണ്ടി എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്നാലും അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മയോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. മുത്തശ്ശിയും നീ പോയി സംസാരിക്കുക എന്ന് പറഞ്ഞതും ഞാൻ പോയാണ് സംസാരിക്കാത്തത് എന്ന് പറഞ്ഞു. ഇത് കേട്ട മുത്തശ്ശി ഒരു വലിയ സത്യം അവളോട് പറഞ്ഞു. നിന്നെ വയറ്റിലുള്ളപ്പോൾ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതോ അബോർഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു നിന്റെ അച്ഛൻ. എന്നാൽ നിന്റെ അമ്മ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് പ്രഗ്നന്റ് ആയ ലേഡിയാണെന്ന് അറിഞ്ഞിട്ടും നല്ലോണം ഉപദ്രവിക്കും. എന്നാൽ നിന്നെ രക്ഷിക്കാൻ 10 മാസം അച്ഛന്റെ കൺമുമ്പിൽ പോലും വരാതെ ഒരു സ്ഥലത്ത് ഒളിച്ചു താമസിച്ചിരുന്നു. അത് കഴിഞ്ഞ് നീ ജനിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നത് തന്നെ. നിന്നെ കണ്ടപ്പോഴാണ് നിന്റെ അച്ഛന് കുറച്ച് സമാധാനമായത്. എനിക്ക് വേണ്ടി അമ്മ എത്രയൊക്കെ സഹിച്ചിട്ടുണ്ട്. എല്ലാം വിട്ടിട്ട് അമ്മയ്ക്ക് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഇവിടെ ഒരു ഫിലിമിന് വേണ്ടി പാടിയ പാട്ടും റിലീസായി. അത് അവളുടെ അമ്മ കേട്ട് നല്ല സന്തോഷമായി. എക്സാം കഴിഞ്ഞാൽ ഉടൻ സൗദിയിലേക്ക് പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുക്കാൻ ഫോട്ടോ വരെ എടുക്കാൻ തുടങ്ങി. ഇപ്പൊ സ്കൂളിലെ ലാസ്റ്റ് ദിവസം വന്നു. അജിത്തിന് അവളെ പിരിഞ്ഞിരിക്കുന്നതിന് നല്ല സങ്കടമുണ്ട്. ഇഷയുടെ അടുത്ത് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അതിനായി നിന്നെ ശക്തി സർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇല്ല, എന്നെ കൊണ്ട് വരാൻ പറ്റില്ല, ആ ദിവസമാണ് ഞങ്ങൾ സൗദിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. ഇതെല്ലാം ദൂരത്തിൽ നിന്ന് അവളുടെ അമ്മ കേൾക്കുന്നുണ്ടായിരുന്നു.